മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ പട്യാല ഹൌസ് കോടതിയിൽ എത്തിച്ചു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച തഹാവൂർ റാണയെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് NIA കോടതിയിൽ എത്തിച്ചത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം NIA ആസ്ഥാനത്തേക്ക് റാണയെ എത്തിക്കും. കോടതി പരിസരത്തും NIA ആസ്ഥാനത്തും വൻ സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തഹാവൂർ റാണയുടെ പുതിയ ചിത്രം NIA പുറത്തുവിട്ടു. പട്യാല ഹൌസ് കോടതിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജിയും ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, കോടതി നടപടികൾ പൂർത്തിയാക്കിയോ? റിമാൻഡ്, കസ്റ്റഡി അപേക്ഷ തുടങ്ങിയ നടപടിക്രമങ്ങളല്ലേ ഇന്ന് നടക്കുക? ഗൂഗിൾ കോടതി നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദർജിത് സിംഗിന് മുന്നിലാണ് തഹാവൂർ റാണയെ ഹാജരാക്കിയിരിക്കുന്നത്. കോടതിക്കുള്ളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് അവധി ദിവസമായും ഈ കേസിന്റെ ഈ പ്രതിയുടെ പ്രാധാന്യം കണക്കിലാക്കി തന്നെയാണ് വൈകിട്ട് 7 മണിയോടുകൂടി ജഡ്ജി അടക്കമുള്ളവർ കോടതിയിൽ എത്തിയത്. NIAയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നരേന്ദർ മാൻ ആണ് പട്യാല ഹൗസ് കോടതിയിൽ NIAക്ക് വേണ്ടി ഹാജരാകുന്നത്. ഒപ്പം തന്നെ മുതിർന്ന അഭിഭാഷകനായ ദയാൻ കൃഷ്ണയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു അഭിഭാഷക സംഘം തന്നെയാണ് NIAക്ക് വേണ്ടി ഈ കേസിൽ ഹാജരാകുന്നത്. അതേസമയം തഹാവൂർ റാണയ്ക്ക് വേണ്ടിയും അഭിഭാഷകൻ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് NIA ഉന്നയിച്ചിരിക്കുന്നത്. ഈ കോടതിക്കുള്ളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. മറ്റാർക്കും തന്നെ കോടതി വളപ്പിലേക്ക് പോലും പ്രവേശനം നൽകിയിട്ടില്ല. ഈ വാഹന വ്യൂഹം കോടതിയിൽ എത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് കോടതിയുടെ 4 ഗേറ്റുകളും അടയ്ക്കുകയായിരുന്നു. കോടതിക്ക് പുറത്തും കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 30 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം NIA കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. സാധാരണ നിലയിൽ ഇത്രയും നീണ്ട ഒരു കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടാറില്ല ഏജൻസികൾ. എങ്കിലും ഈ കേസിന്റെ പ്രാധാന്യം, ഒപ്പം തന്നെ തഹാവൂർ റാണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് 1 മാസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 15 ദിവസം ലഭിച്ചാൽ പോലും തൃപ്തികരം എന്ന ഒരു നിലപാട് NIAക്ക് ഉണ്ട് എന്നാണ് NIAയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതേസമയം പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ടായിരുന്നു. കൂടാതെ ഇന്ത്യയിൽ ഹെഡ്ലിക്കും റാണയ്ക്കും ആഭ്യന്തരമായ സഹായങ്ങൾ ലഭിച്ചിരുന്നു. കൂടാതെ ഈ റാണയും ഹെഡ്ലിയും തമ്മിൽ 281 തവണ ഫോണിൽ ബന്ധപ്പെട്ടതായി NIAക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 8 തവണ ഈ ആക്രമണത്തിന് മുമ്പായി റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അത് കുടുംബസമേതമടക്കമുള്ള സന്ദർശനങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചി, ആഗ്ര അടക്കമുള്ള നഗരങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ മുംബൈ കൂടാതെ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു, അതിനായി സഹായം ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഉത്തരം അത് റാണയ്ക്ക് നൽകാനാകും എന്ന് തന്നെയാണ് NIA കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ചോദ്യം ചെയ്യൽ റാണയെ നടത്തണം എന്ന ഒരു നിലപാടിലേക്ക് NIA എത്തിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് NIA സംഘം. കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ നടപടി പൂർത്തിയാക്കും. NIAയുടെ കസ്റ്റഡിയിൽ റാണയെ വിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടത്തിന് ശേഷമാണ് റാണയെ മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിന്റെ പ്രാധാന്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് കസ്റ്റഡിയിൽ ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് NIAയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും പട്യാല ഹൌസ് കോടതിയിൽ ഇപ്പോൾ തഹാവൂർ റാണയെ ഹാജരാക്കിയിരിക്കുന്നു. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത, ഇന്ന് റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നേരെ NIA ആസ്ഥാനത്തേക്കായിരിക്കും എത്തിക്കുക, അതല്ല ജയിലിലേക്കായിരിക്കുമോ? ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ചോദ്യം ചെയ്യലിന് തയ്യാറെടുത്ത് നിരവധി ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ പല കാര്യത്തിൽ ഇനി മുന്നോട്ട് പോകാൻ NIAക്ക് അടക്കം തഹാവൂർ റാണയുടെ മറുപടിയായിരിക്കും, അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്കായിരിക്കും സൂചന ആകുക. ഏതായാലും ആ ചോദ്യങ്ങളുമായി NIA സംഘം തയ്യാറാണ്. തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ റാണയിൽ നിന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 17 വർഷം അന്വേഷണ സംഘം കാത്തിരുന്നതിനൊടുവിലാണ് പിന്നീട് വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കും ഈ പ്രതിയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ തന്നെ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ കാര്യങ്ങൾ ഈ പ്രതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഒരു രഹസ്യ സ്വഭാവം അന്വേഷണ സംഘം ഈ കേസിന്റെ ഉടനീളം കൊണ്ടുപോകുന്നുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം സുപ്രധാനപ്പെട്ട കേസാണ്, അത്രത്തോളം വലിയ
ഒരു കൊടും കുറ്റവാളിയെ കൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും പിന്നീട് ആ യാത്ര വൈകുകയും പട്യാല കോടതിയിൽ ഇതാ ഇപ്പോൾ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് വിടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡൽഹിയിലെ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപും ഇവിടെ ഉദ്യോഗസ്ഥരെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ NIA ആസ്ഥാനത്തിന്റെ ഇരുവശത്തും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും NIA ആസ്ഥാനത്തെത്തി അവരും പരിശോധനകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ NIA ആസ്ഥാനത്തിന് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ റാണയെ ഈ NIA ആസ്ഥാനത്തേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല എങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലേക്കാണ് മാറ്റുക എന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഏതാണെങ്കിലും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാകണം. വലിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഉണ്ടാവുക. 30 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഈ മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഈ അജ്മൽ കസബും ഒപ്പം തന്നെ റാണ ഹെറ്റ്ലിങ്ങിനെ 3 പേരിലേക്ക് മാത്രമാണ് അന്വേഷണ സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഹെറ്റ്ലി നൽകിയിരിക്കുന്ന ചില വിശദാംശങ്ങൾക്കപ്പുറം കൂടുതൽ വിശദാംശങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുവാത്ത അന്വേഷണത്തിന് സഹായകരമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഏതാണെങ്കിലും NIA ആസ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടത്തേക്ക് എത്തിക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. എന്താണെങ്കിലും ഉദ്യോഗസ്ഥരടക്കം ഈ NIA ആസ്ഥാനത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജയുമാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിലാണ് ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്ന തഹാവൂർ റാണ ഉള്ളത്. അവിടെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക, എവിടെയാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക. അക്കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങേയറ്റം രഹസ്യമായിട്ടായിരിക്കാം NIA അന്വേഷണ ഏജൻസികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം 17 വർഷമായി കാത്തിരിക്കുന്ന കുറേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ NIA സംഘം, അന്വേഷണ സംഘം കുറിച്ചു വെച്ചിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് തഹാവൂർ റാണയെ നേരിടുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്നായിരിക്കാം ഇനി അന്താരാഷ്ട്ര തലത്തിലടക്കം ഇന്ത്യ ഉയർത്തുന്ന, പാകിസ്ഥാനെതിരെ അടക്കം ഉയർത്തുന്ന ആരോപണങ്ങളിൽ അത് നിർണായകമാകും. അത്തരത്തിലുള്ള വിവരങ്ങൾ, ഏറെ നിർണായകമായ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് തഹാവൂർ റാണയിൽ നിന്ന് അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത്.